നല്ലൊരു ചിത്രം, ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്. ആദ്യത്തെ വാഴ പോലെ തന്നെ നല്ല ഒരുപാട് തമാശകളൊക്കെ ഉള്ള ഫുള്ള് ലാഗ് ഇല്ലാതെ കണ്ട് സന്തോഷിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെ. അല്ല, അത് വേറൊരു മൂഡ് പടമാണ്. ഇത് വേറൊരു ടൈപ്പ് പടം. ഇത് ചിരിച്ച് അതൊരു മറ്റേ ടെൻഷനൊക്കെ ആയി നിന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു പടം തന്നെയായിരുന്നു ഈമായോ. പക്ഷേ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടല്ലോ ഒരു നല്ലൊരു ചിത്രം. അടിപൊളി, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. മീൻസ് സെൻറ്റിമെൻ്റൽ ആണെങ്കിലും ഇമോഷണൽ ആണെങ്കിലും ഹാപ്പി, ഓൾ ഗുഡ് പറയാം. എല്ലാവരും അടിപൊളിയായിരുന്നു. കോമഡി ആവശ്യത്തിനുണ്ട്. വാഴ പോലെ ത്രൂ ഔട്ട് കോമഡി അല്ല, അവസാനം നല്ലൊരു മെസ്സേജ് ഉണ്ട്. പിന്നെ നല്ല സെൻറ്റിമെൻറ്റ്സിൻ്റെ ഫാമിലി പടമാണ്. പിന്നെ ജോമോനും സിജുവും നന്നായി ചെയ്തിട്ടുണ്ട് കോമഡി. അശീഷ് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ലാഗ് അങ്ങനെയൊന്നുമില്ല, നല്ല സ്ക്രിപ്റ്റ് നല്ല ഉയർന്നാണ്. ഒരു വാഴ പോലെ ത്രൂ ഔട്ട് കോമഡി അല്ല, ഒരു ഫാമിലി പടമാണ് മെയിൻലി. ക്ലൈമാക്സിൽ നല്ലൊരു മെസ്സേജ് ഉണ്ട്. ഒരു മരണ റിലേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ കോമഡി വാഴയുടെ അത്രയില്ല, എന്നാലും സെൻറ്റിമെൻറ്റ്സും ഒരു ഫാമിലി പടമാണ് പോകുന്നത്. നല്ല സ്ക്രിപ്റ്റാണ്, ഉഗ്രം സ്ക്രിപ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സിനിമ നല്ലതാണ്, നല്ല സിനിമയാണ്. പൊളിറ്റിക്കൽ സെറ്റയറാണ്. മരണ വീട്ടിലെ കാര്യങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. പക്ഷേ സിനിമ അതിനകത്ത് മതം, രാഷ്ട്രീയം, ബാക്കി നമ്മുടെ സംസ്കാരം, അതൊക്കെ എങ്ങനെയാണ് ഓരോ മനുഷ്യരെയും സ്വാധീനിച്ചിരിക്കുന്നത്, അത് പുതിയ തലമുറയും പഴയ തലമുറയും അതിനെ എങ്ങനെയാണ് കാണുന്നത്, അത്തരം കാര്യങ്ങളെല്ലാം സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. നല്ല കോമഡി സിനിമയാണ്. അനുസരിച്ച് നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്, എല്ലാ ക്യാരക്ടേഴ്സും നന്നായി ചെയ്തിട്ടുണ്ട്. ഇമോഷൻസ് ഉണ്ട്, ഭയങ്കര ഒരു ഫ്രഷ് കോൺസെപ്റ്റാണ്, എല്ലാവർക്കും വർക്കായി. അനശ്വരയൊക്കെ നല്ല അടിപൊളി പെർഫോം ചെയ്തിട്ടുണ്ട്. സിജു, ജോമോൻ, എല്ലാ സീനിയർ ആക്ടേഴ്സും നല്ല. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ ഇതിനകത്ത്. ഇത് അങ്കിത് മേനോൻ്റെ പപ്പയാണിത്, ഞാൻ എൻ്റെ അമ്മൂമ്മ. നല്ല മത്സരം, നല്ല